കേൾക്കോ എന്ന് പറഞ്ഞാൽ ഒന്നല്ലല്ലോ നമ്മുടെ വിഷയം. മാർക്കോ അതിൻ്റെ അവരുടെ ചോദ്യമൊക്കെ അടിപൊളി ചോദ്യം. നീ നല്ല സ്റ്റൈലായിട്ട് ചോദിക്കണം. പക്ഷേ എനിക്ക് അറിയാൻ പാടില്ലെന്ന് ചോദിച്ചിട്ട് ഞാൻ തമിഴ് സിനിമ ചെയ്ത് നീ കണ്ടില്ലേ? ഞാൻ നയൻതാരയുടെ കൂടെ പടം ചെയ്തിരിക്കാനോട് അതിൽ അപ്രോച്ച് ചെയ്യില്ലേ? നല്ല പടം മാർക്കോ. മാർക്കോന്റെ പേര് അതൊരു തല്ലിപ്പൊളി രാഷ്ട്രീയം ഉണ്ടായതിന്റെ വക്കില് ചുരുളിക്ക് ശേഷം ചേട്ടന്റെ മാർക്കറ്റ് വാല്യൂ പൊതുവെ കൂടിയിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ജാഫ്രിക്ക ഇപ്പോൾ വലിയ ഹൈപ്പിൽ വരുന്ന മൂവികളാണ് ഇപ്പോൾ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ചെറിയ ചെറിയ പടങ്ങളൊക്കെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ മാർക്കോയുടെ കൂടെ ഇറങ്ങിയ ചെറിയ പടങ്ങളൊന്നും അധികം ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത് ഇപ്പോൾ റിലീസിനെ ബാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന പടമെല്ലാം വിജയിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. മാർക്കോ കേൾക്കോ എന്ന് പറഞ്ഞാൽ ഒന്നല്ലല്ലോ നമ്മുടെ വിഷയം. മാർക്കോ അതിൻ്റെ രീതിയിൽ അത് വിജയിച്ചു. അതിൻ്റെ ഇപ്പുറത്ത് വേറെ പടം വിജയിച്ചു പോണേ. മറ്റേ ഈ പടം വിജയിക്കണേ, ഞങ്ങളുടെ പടം വിജയിക്കണേ, എല്ലാ പടവും വിജയിക്കണേ. നിങ്ങളെ ഈ തോക്ക് പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും? ഇത് നശിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാം പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റിയല്ലോ. അപ്പൊ അത് വിജയിക്കണം. അതിനകത്ത് അതിറങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അതിറങ്ങിയെന്ന് പറഞ്ഞ് ആ പടം ഇറങ്ങി, അപ്പൊ അത് മേടിച്ച് അത് നമ്മുടെ വിജയിക്കുകയല്ല. അപ്പൊ നമുക്ക് 2 മാസം ഒന്ന് മാറ്റാം. ആ 2 മാസം കഴിഞ്ഞ് മാറ്റുമ്പോൾ വേറെ ഇതിലും വലിയൊരു പടം വന്നാലും അപ്പൊ ഈ പുള്ളി മാറ്റിക്കൊണ്ടിരുന്ന ആ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അന്ന് പുള്ളി നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് അത് ഇറങ്ങും. നമ്മള് ജനങ്ങളോട് അപേക്ഷിക്കുമ്പോൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വിജയിക്കാൻ വേണ്ടി. അതേ ഉള്ളൂ. അങ്ങനെയല്ല എല്ലാം ചെയ്യണ്ടേ. വേറെ പടം ഇറങ്ങിയെന്ന് പറഞ്ഞ് ഭീഷണി മറ്റേ ഉണ്ടായ സിനിമ അല്ല, പലപ്പോഴും തിയേറ്ററിലേക്ക് ആളൊക്കെ ചുമ്മാ പടം നല്ലതാണ് ഈ കാണുന്നേ. പടം നല്ലതായിരിക്കണം. ഈ ഇറങ്ങുന്ന ഒരാള് കണ്ടിട്ട് അങ്ങനെയല്ലേ. അല്ലാതെ നമ്മള് ഒരു കണ്ണടച്ച് പിടിച്ചേച്ച് ആ പടം കൊള്ളാവോ, ആ പടം നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരാള് ഔട്ടെടുത്ത് കൊടുത്തേച്ച് മറ്റുള്ളവർ പബ്ലിസിറ്റി വരും. ആരെങ്കിലും കണ്ടു കേട്ട് മോനോട് ഒന്ന് പറയുന്നു ആ പടം കൊള്ളാൻ കേട്ടോ. അപ്പൊ മോനൊന്ന് കാണാണ്ടായാലും മോൻ 2 പേരോട് പറയുന്നു. അങ്ങനെയല്ലേ പബ്ലിസിറ്റി പോകും. ഇപ്പൊ സോഷ്യൽ മീഡിയ നിങ്ങളൊക്കെ ഇല്ലേ, പടം ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം പറയില്ല കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയുക, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയുക. കൊള്ളാവുന്ന പടത്തിനെ കൊള്ളില്ല എന്ന് നിങ്ങളാക്കരുത്, കൊള്ളില്ലാത്ത പടത്തിനെ കൊള്ളാവുന്ന ആക്കരുത്. അവിടെ കാണിക്കുന്ന മാധ്യമ പ്രവർത്തനം അങ്ങനെ ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. അല്ല അതിനൊക്കെ വിമർശനം എന്തോരം ഉണ്ടായിരുന്നു. പല്ലും കയറിയതിനെ കൊള്ളില്ലാത്തെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലതിനെ നല്ലതെന്ന് തന്നെ പറയണം. നല്ലതാണ് ചെയ്തു വെച്ചാൽ നമുക്കൊരു ബോധ്യമുണ്ട്, അത് സമർപ്പിക്കുക. അപ്പം നിങ്ങളെ പോലെയുള്ളവർ അതിന് വിമർശനം വരുവാണെങ്കിൽ വിമർശിച്ച് കൂടെ ചെയ്തേക്കണം. ഈ സ്റ്റാർ മെറ്റീരിയൽ, സാറ്റലൈറ്റ് വാല്യൂ, അതൊക്കെ ഒരു പടത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? സാറ്റലൈറ്റ് വാല്യൂ, സ്റ്റാർ വാല്യൂ, അതൊന്നും പറയാൻ എനിക്കറിയാൻ മേല. സാറ്റലൈറ്റ് വാല്യൂ, സ്റ്റാർ വാല്യൂ ഒന്നും വെച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്. നമ്മളെ വിളിച്ചു ഒരു 5 ദിവസം വിളിച്ചു 10 ദിവസം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെന്നിട്ട് ആദ്യം തന്നെ അവരോട് സാറ്റലൈറ്റ് വാല്യൂ ഉള്ളൂ, സ്റ്റാർ വാല്യൂ ഉള്ളൂ, ഞാൻ തിരക്കാറില്ല. ഞാൻ ആ ചില്ലറ മേടിക്കും, എൻ്റെ വീട്ടിൽ കൊണ്ട് അരി മേടിക്കും. ആ പരിപാടി അത് എൻ്റെ ആധികാരികത അവിടെ അറിയാം. അത് പ്രൊഡ്യൂസറോട് ചോദിച്ചിട്ട് അറിയും. സിനിമയെ സംബന്ധിച്ച് നമ്മളോട് ചോദിച്ചു. അവരുടെ ചോദ്യമൊക്കെ അടിപൊളി ചോദ്യം. നീ നല്ല സ്റ്റൈലായിട്ട് ചോദിക്കണം. പക്ഷേ എനിക്ക് അറിയാൻ പാടില്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ന് പറയുന്ന സംഭവം തന്നെ നിങ്ങൾ പറ. ഇതിപ്പോ നാളെ കഴിഞ്ഞ് ഇറങ്ങാൻ പോണ പടമല്ലല്ലോ. അതേപോലെ നമ്മുടെ ഇന്ദ്രൻസ് ചേട്ടൻ ഇപ്പോൾ സൂര്യയുടെ കൂടെയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യ 45-ലാണ്. അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? അതുകൊണ്ടല്ലേ ഇതിന് വരാൻ. ഓക്കെ. ഇപ്പോൾ നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞു വന്നു. അന്നത്തെ ഈ ഒരു സമയത്ത് 2 ദിവസം കുട്ടികളെ പോകും. അവിടെ ഒന്നും അത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുമോ? ആലോചിച്ച വല്ല കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റാത്തൊരു ദുഃഖമുണ്ട്. പക്ഷെ സന്തോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്യ സംസ്ഥാനം പണം ചെയ്യുന്നു, വലിയൊരാളുടെ കൂടെ സിനിമ ചെയ്യുന്നു. അപ്പം അതിനുള്ള സന്തോഷമുണ്ട്. ഈ ദുഃഖം അവിടെയുള്ള സന്തോഷിച്ചിരുന്നു. ഓക്കെ. ജാഫ്രിക്ക ഇപ്പോൾ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ അപ്രോച്ച് ചെയ്യാറുണ്ടോ? ഞാൻ തമിഴ് സിനിമ ചെയ്ത് നീ കണ്ടില്ലേ? ഞാൻ നയൻതാരയുടെ കൂടെ പടം ചെയ്തിരിക്കാനോട് അതിൽ അപ്രോച്ച് ചെയ്യില്ലേ? ഓക്സിജൻ കൊറോണ സമയത്ത് നീ ഉണ്ടോ? അത് കൂടാതെ ഇപ്പൊ 3-4 അപ്രോച്ച് നടന്നിട്ട് ഇവിടെ അപ്രോച്ച് കൂടുതലായതുകൊണ്ട് അതെടുക്കാൻ പറ്റാതെ നമ്മൾ അങ്ങനെ തട്ടി മുട്ടിയൊക്കെ ഇരിക്കുക. സോറി ഞാൻ ശ്രദ്ധിച്ചില്ല. അതാണ് സംഭവം. അറിയാതെ ചോദിച്ചു. ഓക്കെ.
ഇനി ഇനി എന്നെ കഴിക്കാതെ ഇനി നിസാർക്കാരി ബൈക്ക് കൊടുക്കും. നിസാർക്ക് ഡയലോഗ് വേണ്ടെന്ന് പറഞ്ഞു. നീ ചോദിച്ചാൽ ചിലപ്പോൾ ഡയലോഗ് വേണ്ടെന്ന് പറഞ്ഞു. മാമുക്ക സാറിന്റെ മകനാണ്. ഇപ്പൊ സിനിമയിൽ ഇപ്പൊ പൊതുവെ നടന്മാരെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്സ് പാർട്ടിയെ ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇപ്പൊ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് സിനിമ ഇറങ്ങുമ്പോൾ. ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ മാർക്കോ ആണെങ്കിലും ഉണ്ണിമുന്തൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നു. ഇപ്പം ചേട്ടൻ ഓൾറെഡി ഓൾറെഡി സിനിമയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ പുതിയതായിട്ട് വീണ്ടും സിനിമയിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് നേരിടാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഇത് വരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കോ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഇന്നലെ ഞാൻ പറഞ്ഞത് എന്താന്ന് പറയുക, നേരത്തെ അത് ഈ തല്ലിപ്പൊളി മതവികാരമുണ്ട്. മമ്മൂക്കൻ്റെ പടം വരുമ്പോൾ എതിർത്ത് മൈമുട്ടി എന്നൊക്കെ പറയുമ്പോൾ മമ്മൂക്ക കളിയാക്കിയൊക്കെ പറഞ്ഞു. ഉണ്ണിമുഖത്തിനെ പറ്റി പറഞ്ഞൊരു സാധനം ഇപ്പോൾ ഈ സിനിമ വന്നപ്പോൾ നല്ല പടം മാർക്കോ എല്ലാവരും പേര് മാർക്കോ നല്ല പടമാണെന്ന് എല്ലാവരും പറയുമ്പോൾ അതിൽ കമന്റ് എടുത്ത് വരുന്നുണ്ട്. അതൊരു തല്ലിപ്പൊളി രാഷ്ട്രീയം ഉണ്ട് അതിൻ്റെ വെക്കിൽ. അത് ചെയ്യാൻ പാടില്ല. ഒരു 100-200 പേര് നല്ല ഭംഗിയിൽ ജോലി ചെയ്യുന്ന ഒരു സംഭവം ഒരു സിനിമ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു 100-200 മേലെ കുടുംബം ജീവിക്കും. ഈ പ്രൊഡ്യൂസർക്ക് 10 രൂപ തിരിച്ചു കിട്ടിയാൽ അയാൾ വീണ്ടും പടർന്ന് ഭാഗത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ഇങ്ങനെ മുന്നോട്ട് പോകും. ഈ കണ്ട തല്ലിപ്പൊളി കൂറകൾ കിട്ടുന്ന മെസ്സേജുകളൊക്കെ ഉണ്ടല്ലേ, ഈ കമന്റുകളൊക്കെ, അതൊക്കെ ഒരു വ്യവസായം നശിക്കണം. ഉണ്ണിമുഖന്തനും കുറച്ച് ശ്രദ്ധിക്കണം. ഉണ്ണിമുഖത്തിന് രാഷ്ട്രീയം ഒരു കലാകാരന്റെ രാഷ്ട്രീയം പാടില്ല. രാഷ്ട്രീയം പറ്റും, ഒരു ഹാർഡ് കോർ രാഷ്ട്രീയം അങ്ങനെ വിളിച്ചു വരണമെന്നും പാടില്ല. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കേണ്ടത്. എനിക്കെന്തായാലും ഇവിടെ മരിച്ച് ഇന്നെ വിളിച്ചിട്ടുണ്ട്. ആർക്കും വിളിച്ചൊരു കാര്യമുണ്ട്. അപ്പോൾ ഉണ്ണിമുഖന്റെ ചില സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കുമ്പോഴാണ് തിരിച്ചിങ്ങനെ വരുന്നത്. അപ്പൊ ആ സിനിമയാണല്ലോ ഒരു സിനിമനെ നശിപ്പിക്കാൻ പാടില്ല. മുഖത്തിന്റെ ക്യാരക്ടറിലല്ല സിനിമ. ഇഷ്ടമുള്ളവർ കാണാൻ പോവാ, എല്ലാത്തവരും കാണില്ല. നല്ലതാണെങ്കിൽ കാണാം, കഴിയണത് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കാം. ഈ സിനിമയുടെ കാര്യം പറഞ്ഞില്ല, അദ്ദേഹം ഒരു സിനിമ ചെയ്തു. അത് ചെയ്തതിനകത്ത് എന്താണെന്നുള്ള കാര്യമാണ് കാണുന്നത്. കണ്ടിട്ടുണ്ട്. ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അതിനകത്ത് ജാതി, മതം, ദേശം, ഭാഷ, രാഷ്ട്രീയം ഇതൊക്കെ കൂട്ടുകുറച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത ആൾക്കാരെ കാണിക്കുന്ന ഒരു പരിപാടിയാണ്. വിവരമുള്ളവരങ്ങനെ കാണിക്കണം. കാരണം എത്ര ആളുകൾ, ഏതൊക്കെ മതത്തിലുള്ളവർ, ഏതൊക്കെ ആൾക്കാർ, ഏത് രാഷ്ട്രീയക്കാരൊക്കെ 100-200 പേര് കൂടി ചെയ്യുന്ന അതിനകത്ത് അവർക്കില്ലാത്ത രാഷ്ട്രീയമല്ലേ ഈ കാണുന്നവർക്ക്. ആലോചിച്ച് ചോദിക്കും. ഞങ്ങളൊക്കെ സിനിമ ചെയ്യുമ്പോഴത്തേക്കും പറഞ്ഞ ചായ കൊണ്ടെത്തിരുന്ന ഇറക്കം ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടായിരിക്കും. അയ്യോ അവനല്ല, എനിക്ക് മറ്റേ എൻ്റെ ചായ വേണം എന്ന് പറയാൻ പറ്റും. അത് പറയാൻ പറ്റിയല്ല. ഒരു രാഷ്ട്രീയക്കാരൻ അവൻ മറ്റേ രാഷ്ട്രീയക്കാരനാണ്. ഇതെല്ലാം കൂടെ മേടിച്ച് ഇവൻ ഞണ്ണിയേച്ച് കുറ്റം പറയുക. അങ്ങനെ ഞണ്ണിയേച്ച് കുറ്റം പറയരുത്. അവിടെ പല ആൾക്കാർ വേണം, പല തൊഴിലിടം. അത് അവിടെ നിന്ന് ഔട്ടിറങ്ങുമ്പോഴത്തേക്കും പടം പറയും കഴിയുമ്പോഴത്തേക്കും ഈ ചീഞ്ഞ വർത്തമാനം പറയുന്നവർക്ക് വിവരമില്ലാത്ത ഉണ്ണിമുഖത്തിൻ്റെ പടത്തിനകത്ത് അത് കൊണ്ടുപോയില്ലെങ്കിൽ അത് പരസ്യമായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലെന്നാണ് പറഞ്ഞത്. നിങ്ങളതൊന്നും വലിച്ചു നീട്ടരുത്. അതിനകത്ത് നിങ്ങൾ സത്യസന്ധതയുടെ കൂടെ വയ്ക്കണം. ഇവിടെ പണം അറിയിക്കാനായിട്ട് അയാളുടെ രാഷ്ട്രീയത്തെ വെച്ചിട്ടും അതൊക്കെ ആയിട്ട് വലിച്ചു അതൊന്നും കൊണ്ടുവരാത്ത പരിപാടിയാണ്. നല്ലത് ചിന്തിക്കുക, നല്ല പ്രവർത്തിക്കുക. അപ്പം നന്മയേ ഉള്ളൂ. ഇപ്പോൾ ചീഞ്ഞടഞ്ഞ കേസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നാ ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു സംസാരിച്ചാലും പണം ഇറങ്ങുന്നതിന് കുറ്റം അവിടെയും രാഷ്ട്രീയക്കാർ കയറും. ഞാൻ എന്തായാലും ചോദിക്കാമല്ലോ. യോഗം പിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പോയി പൊറോട്ട അടിച്ചിട്ടില്ല. താഴെ ഉണ്ടാക്കിയിട്ടില്ല. അവരെ ചില താല്പര്യം തോന്നി. അപ്പം തന്നെ ഇങ്ങനെ ക്യാമറയിൽ തൊട്ടിട്ട് എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്. ഡയറക്ടറിൽ മൈക്കൊണ്ടല്ലോ. ചേട്ടാ, ഇത്തരത്തിലുള്ളൊരു പടത്തിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? ഇങ്ങനൊരു സിനിമ ചെയ്യണം, മക്കളെ വെച്ച് അഭിനയിപ്പിക്കണം എന്നൊക്കെ തോന്നാനുള്ളൊരു കാരണം എന്താണ്? മക്കളെ വെച്ച് അഭിനയിക്കാൻ വേണ്ടിയല്ല, എനിക്കൊരു സ്റ്റോറി ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. ആ സ്റ്റോറി ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ എഴുതിയായിരുന്നു, ഒരു ത്രെഡ്. അപ്പോൾ ആ ത്രെഡ് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ അതിനകത്ത് ഈ ഏജിലുള്ള ആൾക്കാർ വേണം. അതുകൊണ്ടാണ് അങ്ങനെ ആയി വന്നത്. ആ ത്രെഡ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ അഫ്രിക്കയോട് സംസാരിച്ച് ഡെവലപ്പ് ചെയ്തു, ഇദ്ദേഹമായിട്ട് എഴുതി. ഇതായി വന്നപ്പോൾ ആ ക്യാരക്ടറുകളിൽ 2 കുട്ടികൾ വേണം. അപ്പം എനിക്ക് മക്കളുള്ളപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഒരാളെ വേറെ എടുക്കില്ലല്ലോ. ഇപ്പം എൻ്റെ മോളും അതിനകത്ത് അഭിനയിച്ചു. അതാണ് ഈ സൗമ്യ വധക്കേസ് ആ ഒരു രീതിയിലുള്ള കാറ്റഗറിയിലുള്ളവരുണ്ടോന്നാണ് ഈ സിനിമ. ഈ അടിയങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്
ആടിനെ വിട്ടുകൊടുത്തല്ലേ ആ ആടിനെ വിട്ടുകൊടുത്തല്ലേ ഞാൻ പറഞ്ഞില്ലേ അത് ഞെട്ടിയൊരു സാധനം തന്നെയാണ്. ആ മൂന്നാം തീയതി ആ സംഭവം എന്താണെന്ന് അറിയണമെങ്കിലും സിനിമ കാണണം. മൂന്നാം തീയതി വരെ വെയിറ്റ് ചെയ്താലേ അതറിയാൻ പറ്റുള്ളൂ. അതൊരു ട്വിസ്റ്റാണ്. ഒരു ട്വിസ്റ്റ് അല്ല, 2-3 ട്വിസ്റ്റുകൾ നടക്കുന്നുണ്ട് അതിനകത്ത്. അതിൽ 2-3 അത് കുറുക്കി കൊള്ളുന്ന തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് കണ്ടുപോയി നമ്മൾ മുറുകി അവസാനത്തേക്ക് വന്ന് വലിയൊരു മുറുക്കത്തിലോട്ട് പോകുന്ന സാധനമാണ്. ആ മുറുക്കങ്ങൾ എന്താണെന്നും ആ ട്വിസ്റ്റ് എന്താണെന്നും അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞ അതിൻ്റെ സുഖം പോകും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല, സിനിമ കണ്ടാലേ മനസ്സിലാവും. ഇതേപോലെ ക്രൈം ത്രില്ലർ പാറ്റേണിലുള്ള സിനിമകൾ ഒരുപാട് മലയാള സിനിമയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സിനിമകൾ വീണ്ടും ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ജനം കാണുന്നുണ്ട്. ഇപ്പൊ വാത്സല്യം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങില്ലേ, ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങില്ലേ, ഈ ലോകത്തുള്ള മലയാളികൾ മൊത്തം കറങ്ങിയ സിനിമ ആകാശദൂത്. ഇപ്പൊ മോനും കറക്കാവോ? ഇപ്പൊ കറക്കിയിട്ടുണ്ടല്ലോ, നിന്റെ കുടുംബം ഒക്കെ വിറ്റ് കളയേണ്ടി വരും, ആരും കാണില്ല. ആ മാറിയില്ലേ, ഇങ്ങനെ കരച്ചിലും വയ്യാവലും കാണാനുണ്ടോ ആരെങ്കിലും? പക്ഷെ പിള്ളേരുടെ റൂട്ട് മാറിയില്ലേ, അത് വെച്ചിട്ടില്ല സിനിമ പോണേ. ഇപ്പൊ കാരണന്മാരുടെ സിനിമയല്ല പോണേ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞാൽ ഇപ്പൊ മൊത്തം യങ് പിള്ളേരെ ഏറ്റെടുത്ത് പോവാ. ഇതെടുത്ത് വയ്ക്കും. അത് ആരെങ്കിലും ഉണ്ടോ? ഒരാൾ മാത്രമേ ഉള്ളൂ, ഒരു ശാലം പ്രായമുള്ള പുള്ളി കൊട്ടയെടുത്ത് അല്ലല്ല ബാക്കി എല്ലാം കുഞ്ഞുങ്ങളല്ല, പിള്ളേരെ സട്ടികളാണ് കളിക്കുന്നത്. ഏത് തലമെടുക്കുന്ന സിനിമയുടെ ഈ മീഡിയയിലൊക്കെ നോക്കുന്നത്, മീഡിയ ഒക്കെ കണ്ടുകൊണ്ടിരിക്കാനൊരു വാർത്താ ചാനൽ പറ്റും, അത് മതി. നേരം കൊടുത്തിട്ട് വൈകുന്നേരം വരെ നമുക്ക് ഒന്നും കഴിക്കാതെ നമുക്ക് കാണാം. എന്തൊരു രസം അവരുടെ പ്രകടനങ്ങളും അവരുടെ ആ സെറ്റിങ്സും ഒക്കെ ഉണ്ട്. അത് മാറിയില്ല മൊത്തം. ഇപ്പൊ കാലത്തിനകത്ത് മാറണ്ടേ. നമ്മളങ്ങനെ ഈ വാത്സല്യം കൊണ്ടുള്ള സിനിമ, വാത്സല്യമൊക്കെ 500 ദിവസം കൊണ്ട് ഓടിയതാണ്. അത് ഇന്ന് പിടിച്ചിട്ട് കാര്യമില്ല. പിള്ളേർക്ക് എത്ര പിള്ളേർ വേണം? ചെവി പറഞ്ഞു കൊടുക്കുക വൈകാൻ ചേട്ടാ വാപ്പയെ പേരിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇത് സിനിമയിൽ വരണമെന്ന്, അല്ലെങ്കിൽ വാപ്പയോട് അഭിനയിക്കണമെന്ന് വല്ലോ? ഞാൻ അഭിനയിക്കുന്നുണ്ടോ? നല്ലൊരു സംഭവമൊന്നുമില്ല. ഇപ്പൊ വരച്ചതിന്റെ സിനിമയിൽ ഇതിൽ അഭിനയിച്ചു. മുന്നൊരു സിനിമ ഒരൊറ്റ സീന് ഞാൻ പിന്നെ കണ്ടിട്ടൊന്നുമില്ല. എനിക്കെന്നെ പേടി കാണാൻ ആണ് കണ്ടില്ല. ഈ സിനിമന്റെ ഒറ്റ സീന് പിന്നെ അതൊന്നുമില്ല. ഇത് പിന്നെ ജാഫർക്ക വിളിച്ചപ്പോ വന്നിട്ട് അഭിനയിച്ച അങ്ങനെ ചെയ്ത അച്ഛനോട് ഇതിനു മുമ്പ് വല്ല താല്പര്യം വാപ്പയോട് എല്ലാവരും താല്പര്യം താല്പര്യം പറയും വേണ്ട എന്നിട്ട് ഓടിക്കും. ഞാൻ വിളിച്ചല്ലോ അപ്പൊ വിളിച്ച് ജാഫർ വിളിച്ചപ്പോ അങ്ങനെ വന്ന അവളൊക്കെ നോക്കിയിട്ടില്ല. പുറത്തുനിന്നൊക്കെ ഓഫർ ഇട്ടേ പോവോ തമിഴിലൊക്കെ? ജർമ്മൻ വിളിച്ചാലും പോകും, ഏത് പണം വിളിച്ചാലും പോകും. നിങ്ങൾ പറഞ്ഞാൽ ഇതൊക്കെ കറക്റ്റ് ചെയ്ത് കൈകാര്യം ചെയ്തിട്ട് കിട്ടോ, ഏത് പണം ചെയ്യും. ഇനി എന്ത് പുലിമുരുക വരെ ചെയ്യും. അതുപോലെ ഈ 2027 കണ്ടിട്ടുണ്ടോ? 2027 എനിക്ക് 3 കൊല്ലം ഉണ്ടതാ. ഈ പെൺകുട്ടികളെ എല്ലാത്തിനും 2018 കണ്ടോന്നല്ല 2024 എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചത്. ജാഫർക്കയുടെ എന്നോട് ചോദിച്ചാൽ നിങ്ങൾ 2024 എങ്ങനെ 27 ആയി പോയത് ചോദിക്കാൻ സ്കൂട്ടർ എന്റെ പോലെ അവരോട് ചോദ്യം ആദ്യം തരുമോ? അല്ല ആരോട് ഉപ്പനോടല്ലേ ജാഫർക്കനോടല്ലേ ചോദിച്ചോ. 2024 കുറച്ച് പടം ഉണ്ടാവും. പടം തന്നെയായിരുന്നു. കുറച്ച് കാര്യങ്ങൾ അതിനിടയ്ക്ക് വേറൊരു കുഞ്ഞാവകളും ഉണ്ടായി. 2ാമത് മോക്ക് എനിക്കല്ലേ ഞങ്ങളുടെ വയസ്സന്മാരുടെ 2ാമത് കുഞ്ഞാവുണ്ട്. അപ്പൊ സംഗതി
അതൊക്കെയായിരുന്നു ആ വിശേഷത്തിൽ അതിനകത്തൊക്കെ പങ്കുചേർന്നു. പിന്നെ സിനിമകളുണ്ടായി. ഇനിയിപ്പം ഏതാണ്ട് ഒരു 5-6 മാസത്തേക്ക് സിനിമ ഇങ്ങനെ ഇരിക്കുന്നു. അതെല്ലാം ചെയ്ത് തീർത്ത് വരുമ്പം വേറെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അത് മറ്റേ 2024 ചോദിച്ചില്ല തമിഴ് അങ്ങനെ തന്നെ. അല്ല ഈ വശം തമിഴൊക്കെ ഉണ്ട്. തമിഴൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വിളിക്കുന്നതിനെല്ലാം പോകുന്നു. നമ്മളെല്ലാം ചെയ്യണ്ടേ. പിന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് വർക്ക് ഉണ്ട്. ആവശ്യത്തിന് വർക്കുണ്ടെങ്കിൽ അത് ഇട്ടെറിഞ്ഞ് നമ്മൾ അന്യ സംസ്ഥാനത്തിലേക്ക് വേറെ ഇതിനകത്തേക്ക് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ദുരുദ്ദേശം മനസ്സിൽ കാണുന്നുണ്ടെന്ന് എനിക്ക് സംശയമുള്ളൂ. കാരണം ഇവിടെ ശമ്പളം കുറവ്, അവിടെ ചെല്ലുമ്പോൾ വെച്ചാൽ ശമ്പളം കൂടുതൽ കിട്ടും എന്നൊക്കെ ചിന്താഗതിയൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ വർക്കുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഗൾഫിൽ പോകുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും കേൾക്കാം. അവിടെ തന്നെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഗൾഫിൽ പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു 10 അല്ലെ എൻജിനീയറിങ്ങിനോ അല്ലെങ്കിൽ മറ്റേ ഡോക്ടറോ അല്ലെങ്കിൽ അത്ര നല്ലൊരു വർക്കേഴ്സൊക്കെ ആയിട്ട് അവിടെ ഗൾഫിലൊക്കെ പോയിട്ടാണ് രക്ഷയുള്ളൂ. അല്ലാതെ പൊതുവായിട്ട് ഒരാൾ പോയി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രൈവിംഗ് പോസ്റ്റൊക്കെ ആയിട്ടുള്ളൂ. അതിനൊന്നും ശമ്പളമൊന്നുമില്ല. ശമ്പളമൊക്കെ കുറവാണ്. അപ്പോൾ അവിടെ ഒരു 30,000 രൂപ ശമ്പളം മേടിക്കുന്ന ആൾ ഇവിടെ 15,000 രൂപ അടിച്ചാൽ മതി. വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന നല്ലത് എന്തെങ്കിലും പിള്ളേരും പെണ്ണുപിള്ളേരും കൂടെ നല്ല രസമായിരിക്കും. ഇതിപ്പോൾ അതൊന്നും ദുരിതം. അപ്പോൾ ഞാൻ പറയില്ല, സ്വന്തം നാട്ടിൽ കിട്ടുന്ന വെച്ചാൽ എനിക്ക് ജീവിക്കാൻ കുറച്ച് ചുരുളിക്ക് ശേഷം ചേട്ടന്റെ മാർക്കറ്റ് വാല്യൂ കൂടിയിട്ടുണ്ടോ? അത് പറഞ്ഞു കൊടുത്തോ. അല്ലല്ല, ഞാൻ ചോദിച്ചത് ചുരുളിക്ക് ശേഷം ചേട്ടന്റെ മാർക്കറ്റ് വാല്യൂ പൊതുവെ കൂടിയിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഞാൻ പറയുന്നത് പറയാൻ ശരിയാണ്. നിങ്ങളല്ല തീരുമാനിക്കുന്നത്. അല്ല, ഈ വർഷം തന്നെ ഒരുപാട് പടങ്ങളൊക്കെ ചെയ്തില്ലേ? അത് മാർക്കറ്റ് വാല്യൂ കുറഞ്ഞുകൊണ്ട് കിട്ടുമായിരുന്നോ? കൂടിയോണ്ടല്ലേ കിട്ടിയേ? സുരേഷേ ബിലാല് ബിലാൽ ഇങ്ങനെ കുറെ കാലമായിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്ത് നമ്മളെ അഭിനയിക്കുകയും ചെയ്തു. ഞാൻ ഈ കക്ഷികളോട് എല്ലാവരും പറയുകയും ചെയ്തു. ഡയറക്ടർ സാറിന് ഒരു ദിവസം കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഉണ്ണയാർ സാറിനോട് ചോദിച്ചപ്പോൾ സാറേ ഇങ്ങനെ ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് ബിലാൽ ടൂലുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ബിലാൽ ടൂലുണ്ടോന്ന് അറിയില്ല. ആ പടം വന്നിട്ട് കൊറോണ സമയത്ത് വന്നിട്ട് എല്ലാം ഓണായി വന്നതാണ്. ആ സമയത്ത് നടക്കണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് മാറി ഇങ്ങനെ പോയേക്ക് വന്നത് വരും എന്നൊക്കെ പറയാം. നാരദൻ സിനിമ ആഷിഖ് സാറിന് നാരദൻ ചെയ്യുന്ന സമയത്ത് അടുത്ത് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും വല്ലതും ഉള്ളതാണെന്ന് ചോദിച്ചു. എന്നോട് കുറച്ച് വ്യക്തത എനിക്ക് പടത്തിലുണ്ട്. പട്ടുകുഞ്ഞിനും പൂച്ചക്കുഞ്ഞിനും വീക്കിലല്ല, വേറെ ചെറിയ റേഞ്ചിലേക്ക് വരും എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള നടക്കുമ്പോ കാണും. പിന്നെ നടക്കുമ്പോ കാണും. അപ്പൊ വലിയ സംഭവമായിട്ട് അത് പറഞ്ഞില്ല. ഫുള്ള് കേട്ടില്ല. അതുപോലെ ക്ലൈമാക്സ് വന്നിട്ടുള്ളൂ അല്ലേ? അപ്പൊ അപ്പൊ ബിലാലില് വലിയ സംഭവമായിട്ട് ജാഫർ ഖാൻ എന്തായാലും കാണാൻ പറ്റും. അതെ, ഞാൻ പറയുന്ന സംഭവം തന്നെ നിങ്ങൾ പറ. ഇതിപ്പോ നാളെ ഇറങ്ങാൻ പോണ പടമല്ലല്ലോ. ഇതിന് ഷൂട്ട് ചെയ്ത് ചിലപ്പോൾ 2-3 കൊല്ലം എടുക്കുമായിരിക്കും പടമൊക്കെ ഇറങ്ങി വരുന്നത്. അപ്പൊ ആ പടം തുടങ്ങുവാണെങ്കിൽ അതിനകത്തുണ്ട്. അല്ല, വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും എപ്പോഴാ വരികയെന്ന് മാത്രം പറഞ്ഞു. അറിയാമോ വരും അത്ര ഇതാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ വേറെ കാര്യം നോക്കണം. രാജാവ് മറ്റേ അതിനകത്ത് ഒരു രാജപദവി അലങ്കരിക്കുന്ന ഒരു കഥാപാത്രം ചെയ്താണ് മമ്മൂക്കാൻ. അദ്ദേഹമൊക്കെ ഏതൊക്കെ പടമാകാൻ പറ്റിയതിട്ടാണ്, അമൽദീര് സാറ് ഏതൊക്കെ പടമാകാൻ പറ്റിയതിട്ടാണ്. ഇതെല്ലാം ഒത്തണിങ്ങി വരണ്ടേ? അന്നേരം ഒരു പടം ശരിയാവുള്ളൂ. അത് ഓടിച്ചു നിന്നൊരു പടം നമ്മൾ പല സാധനം പഠിക്കുമ്പോൾ പഠിക്കാൻ പറ്റും. ഒത്തണിങ്ങി വല്ല എല്ലാവരുടെയും അതിന്റെ കാരണാംശം. ആദ്യത്തെ ഡയലോഗ് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണ്. മറ്റേ അതന്നെ അറിയില്ല എങ്ങനെയെങ്കിലും മാറ്റണ്ടേ? അതൊക്കെ ചോദിച്ചു നമ്മൾ ഈ സമയം പറഞ്ഞു. അതിപ്പോ അത് നടക്കാൻ വേണ്ടി എല്ലാവരും അന്വേഷിച്ചു വേറെ പടം ചെയ്തോണ്ടിരിക്കും. അല്ല, ആളുകൾക്ക് ക്യൂരിയോസിറ്റി ആണ് ഇത് ആകെ, അതുകൊണ്ടാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. പടത്തിന്റെ ഒരു റേഞ്ച്. ആ പടം നിന്നത് അങ്ങനെയായിരുന്നു. ആ പടം എല്ലാവർക്കും അന്നത്തെ സമയത്ത് ആ പടം പിള്ളേരെ എല്ലാം ഉണർവിലേക്ക് കൊണ്ടുവന്നൊരു സിനിമയാണ് അല്ലേ? എല്ലാവരും മനസ്സിലില്ലേ? മനസ്സിലുണ്ട്. അത് ആ മനസ്സിലില്ല. അത് കിടക്കുമ്പോഴത്തേക്ക് അത് ഇനി അത് താന്നു പോരുത്. അതിനുവേണ്ടി പണിപ്പെട്ടുകൊണ്ടിരിക്കുമായിരിക്കും അവര്. താന്നു വാങ്ങുള്ളൂ. ആ ചോദ്യം തീർന്നു. ഇനി ആരോടാ ചോദ്യം?